നമസ്കാരം. അപ്പൊ മക്കളെ, നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഹിസ്റ്ററിയിലൊക്കെ പല ടൈപ്പ് യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, കാർഗിൽ വാർ, അങ്ങനെ പല യുദ്ധങ്ങളും. ചില യുദ്ധങ്ങളൊക്കെ വർഷങ്ങളോളം നീണ്ടു നിന്നിട്ടുമുണ്ട്. എന്നാൽ ഒരു ഫുട്ബോൾ മാച്ചിന്റെ ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു യുദ്ധം തുടങ്ങി അവസാനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലെങ്കിൽ വിശ്വസിച്ചേ പറ്റൂ. കാരണം ഈ യുദ്ധം വെറും 38 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നണം. പക്ഷെ 1896 നടന്ന ഈ യുദ്ധം ഗിന്നസ് ബുക്കിൽ വരെ ഇടം നേടിയ ഒന്നാണ്. ഇതിനെ ആംഗ്ലോ സാൻസിബാർ യുദ്ധം എന്നാണ് വിളിക്കുന്നത്. 1896 ഓഗസ്റ്റ് 25 സാൻസിബാറിലെ സുൽത്താനായിട്ടുള്ള ഹമദ് ബിൻ തുവൈനി അന്തരിക്കുകയുണ്ടായി. പിന്നാലെ ഖാലിദ് ബിൻ ബർഗാഷ് എന്നയാള് ബ്രിട്ടന്റെ അനുവാദമില്ലാതെ അധികാരം പിടിച്ചെടുത്തു. ഇത് ബ്രിട്ടീഷുകാരെ ചൊടിപ്പിച്ചു. സാൻസിബാറിലെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് വാദിച്ച ബ്രിട്ടൻ സുൽത്താനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അതീവ ധൈര്യശാലിയായിട്ടുള്ള നമ്മുടെ സുൽത്താൻ അതിന് വഴങ്ങിയില്ല. അദ്ദേഹം തന്റെ സൈന്യത്തെ കൊട്ടാരത്തിന് ചുറ്റും കാവലി നിർത്തി. അങ്ങനെ ഓഗസ്റ്റ് 27 രാവിലെ 9 മണിക്ക് ബ്രിട്ടൻ നമ്മുടെ സുൽത്താന് ഒരു അന്ത്യശാസനം നൽകി. പക്ഷെ നമ്മുടെ സുൽത്താൻ ഉണ്ടോ കേൾക്കുന്നു? സുൽത്താൻ പിന്മാറിയില്ല. കൃത്യം 9:02 ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകൾ കൊട്ടാരത്തിന് നേരെ വെടിവയ്പ് ആരംഭിച്ചു. കൊട്ടാരവും സുൽത്താന്റെ ചെറിയ കപ്പലുകളും മിനിറ്റുകൾക്കുള്ളിൽ തവിടുപൊടിയായി. സുൽത്താൻ പേടിച്ച് കൊട്ടാരത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കൃത്യം 9:40 സാൻസിബാറിന്റെ പതാക താഴ്ത്തപ്പെട്ടു. യുദ്ധം അവസാനിച്ചു. വെറും 38 മിനിറ്റിൽ ഒരു രാജ്യം മൊത്തം കീഴടങ്ങിയ ഈ സംഭവം ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കൗതുകമാണ്. സാൻസിബാർ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷ് ഭാഗത്ത് ഒരാൾക്ക് മാത്രമാണ് പരിക്കേറ്റത്. അപ്പോൾ ഇങ്ങനെ ഒരു വിചിത്രമായ യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റുകൾക്കായിട്ട് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ. പീസ്.